ഹലോ മക്കളെ, ഇംഗ്ലീഷ് പരീക്ഷയിൽ 3 മാർക്കിന് ഇതുപോലത്തെ ഒരു ചോദ്യം ഉറപ്പാണ്. പാരഗ്രാഫ് റൈറ്റിംഗ് ആണ്. ബേസിക്കലി ഒരു പിക്ചർ തരും, നമ്മുടെ ചാപ്റ്റർ എന്നുള്ള ഒരു പിക്ചർ ആയിരിക്കും ഉണ്ടാവുക. എന്നിട്ട് പറയും റീഡ് ദ പിക്ചർ ഗിവൻ ബിലോ. ഈ പിക്ചർ റീഡ് ചെയ്യാനല്ല കാണുക, സീ ദ പിക്ചർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. പ്രിപ്പയർ പാരഗ്രാഫ് ഡിസ്ക്രൈബിംഗ് ദ പിക്ചർ ഇൻ ദ ലൈറ്റ് ഓഫ് യുവർ റീഡിംഗ് ഓഫ് ദ ലെസൺ ലിറ്റിൽ തിങ്സ് മാറ്റർ. അപ്പോൾ നമുക്ക് അറിയാം ഈ ഒരു ചാപ്റ്റർ ബേസ്ഡ് ആണ് ഈ സംഭവം. നമുക്കറിയാം കലാമാണ് പേപ്പർ ഡെലിവർ ചെയ്യാൻ വേണ്ടി പോകുന്നുള്ള കാര്യം നമ്മൾ അറിയണം. അറിയില്ലേ, ചാപ്റ്റർ ഒന്ന് പഠിച്ചേക്കാം കേട്ടോ. ചാപ്റ്ററിൻ്റെ വീഡിയോ ഇടുന്നുണ്ട്, അത് പോയി കാണാം. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് ഒരു പാരഗ്രാഫ് ഈ പിക്ചറിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ കഥ മൊത്തം, അതായത് ചാപ്റ്റർ മൊത്തം എഴുതി വെക്കാനല്ല പറയുന്നത്, ഈ ഒരു പിക്ചറാണ് കോണ്ടെക്സ്റ്റ്. അപ്പോൾ ബേസിക്കലി എന്താണ് നമ്മൾ പാരഗ്രാഫ് എഴുതേണ്ടി വരിക? ബേസിക്കലി എന്താണ്, കലാം ഓരോരോ വീട്ടിൽ കൊണ്ട് പേപ്പർ കൊടുക്കാൻ പോകുന്ന കാര്യം, അതിൻ്റെ കഥ മാത്രം എഴുതി വെച്ചാൽ മതി. അതൊരു പാരഗ്രാഫിൽ തീർക്കണം. അപ്പോൾ അതിന് ആൻസർ നമുക്ക് നോക്കാം. ഒന്നുമില്ല, ഫോർമാറ്റ് ഒന്നുമില്ല, ഹെഡിങ് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം പാരഗ്രാഫ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത് എസ് അല്ല എഴുതാൻ പറഞ്ഞത്. പാരഗ്രാഫ് ജസ്റ്റ് ഒരു പാരഗ്രാഫിൽ തീർക്കണം. ഇടയിൽ വെച്ച് ലൈൻ കട്ട് ചെയ്ത് അടുത്ത ഒരു ഗ്യാപ്പ് ഇട്ട് ലൈനൊന്നും തുടങ്ങരുത്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സെൻറ്റൻസ് ആയിട്ട് ഒരു പാരഗ്രാഫും കൂടെ എഴുതി വെച്ചാൽ മതി. കഥ ആയിരിക്കണം അതിൽ കൊടുക്കേണ്ടത് അല്ലേ. ദിസ് പിക്ചർ ഷോസ് യങ് അബ്ദുൽ കലാം ഡെലിവറിങ് ന്യൂസ് പേപ്പേഴ്സ് ഇൻ രാമേശ്വരം. അപ്പോൾ ആ പിക്ചറിൽ എന്താണ് കൊടുത്തിട്ടുള്ള ആദ്യം ഒന്ന് എഴുതി വെക്കും. പിന്നെ അതിനെ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യാം. ഹീ ഈസ് ഗിവിംഗ് എ ന്യൂസ് പേപ്പർ ടു എൻ ഓൾഡ് മാൻ. കലാം സ്റ്റാർട്ടഡ് ദിസ് വർക്ക് വെൻ ഹി വാസ് ഓൺലി 8 years old. നമുക്ക് ചാപ്റ്ററിലെ മാക്സിമം ഡീറ്റെയിൽസ് ചേർക്കുക അല്ലേ. എവറി മോർണിംഗ് ഹി കളക്റ്റഡ് ദ ന്യൂസ് പേപ്പർ ബണ്ടിൽസ് ത്രോൺ ഫ്രം ദി മൂവിംഗ് ട്രെയിൻ. ഹി ഡിവൈഡ് ദം ഇൻ ടു ഗ്രൂപ്പ്സ്. ആ ഫുൾ കാര്യം കൊണ്ട് എഴുതി വെച്ചാൽ മതി, വേറെ ഒന്നുമില്ല. This small job taught him responsibility, hard work and time management. Thus the picture shows that the little things truly matter in life. അത് വേണമെങ്കിൽ ഒരു കൺക്ലൂഷൻ പോലെ വേണമെങ്കിൽ കൊടുക്കാം. That's all. അപ്പോൾ ഇതിൽ ഒന്നും നിങ്ങളുടെ ഒപ്പീനിയൻ ആയിട്ടൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അവസാനത്തെ ഒരു സെൻറ്റൻസ് മാത്രം എക്സ്ട്രാ നിങ്ങളുടെ കയ്യിൽ നിന്നിടാന്നതല്ലാതെ ബാക്കിയെല്ലാ കഥ എഴുതി വെക്കുക, ചാപ്റ്ററിലുള്ള കാര്യങ്ങളും കൂടെ എഴുതി വെക്കുക. പക്ഷെ വീണ്ടും ഈ പിക്ചറിൽ ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ കുറേ കാട് കടന്ന് പോകേണ്ട ആവശ്യമില്ല. മനസ്സിലായി? ബാക്കിയുള്ള വശങ്ങളൊന്നും കുറേ കൊടുക്കണ്ട. പിക്ചറിലെ കോണ്ടെക്സ്റ്റിൽ മാക്സിമം നിൽക്കാൻ വേണ്ടി നോക്കുക. മറ്റൊരു ചോദ്യം കൂടെ ആക്ച്വലി പരീക്ഷയിൽ വന്നൊരു ചോദ്യം നോക്കാം. റീഡ് ദ പിക്ചർ ഗിവൻ ബിലോ, പ്രിപ്പയർ എ പാരഗ്രാഫ് ഡിസ്ക്രൈബിംഗ് ഇറ്റ് ഇൻ ദ ലൈറ്റ് ഓഫ് യുവർ റീഡിംഗ് എ പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ്. അപ്പോൾ നമുക്കറിയാം ഇതെന്താ കോണ്ടെക്സ്റ്റ്. നമ്മുടെ ഡോക്ടറിൻ്റെ അടുത്ത് നിന്ന് പ്രിസ്ക്രിപ്ഷനൊക്കെ ആക്കി മൂപ്പരെന്താണ് കെമിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ഇത് കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ സംഭവിച്ച കാര്യമാണ് ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ ഒരു പാരഗ്രാഫിൽ എഴുതിയാൽ മതി. എന്താ സംഭവിക്കുന്നത്? ദ പിക്ചർ ഷോസ് ദ നരേറ്റർ സ്റ്റാൻഡിങ് ഇൻസൈഡ് എ ഫാർമസി, അല്ലെ ബിഹൈൻഡ് ദ ഫാർമസി കൗണ്ടറിനോ എന്ത് വേണം കൊടുക്കാം അല്ലേ. അത് കൊടുക്കുക ആദ്യം. എന്നിട്ട് എക്സ്പാൻഡ് ചെയ്യാം. ഹി ഗിവ്സ് ദ ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻ ടു കെമിസ്റ്റ്. ദ കെമിസ്റ്റ് റീഡ്സ് ഇറ്റ് ആൻഡ് റിട്ടേൺസ് ഇറ്റ് ബിക്കോസ് ഇറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ എനി മെഡിസിൻ. നമുക്കറിയാം അതിൽ മെഡിസിൻ ഒന്നും അല്ല, എന്താണ് എക്സസൈസ് ചെയ്യണം, നേരത്തെ ഉറങ്ങണം എന്നൊക്കെ ഉള്ളൂ, അത്രേ ഉള്ളൂ അല്ലേ. ദ പ്രിസ്ക്രിപ്ഷൻ അഡ്വൈസസ് ദി നരേറ്റർ ടു ഈറ്റ് എ ബാലൻസ്ഡ് ഡയറ്റ്. ആ കാര്യങ്ങളൊക്കെ കൊടുക്കുക. ദ നരേറ്റർ ദെൻ റിയലൈസസ് ദാറ്റ് ഹി ഹാസ് നോ സീരിയസ് ഇൽനെസ്. ഹിസ് ഫിയർ കെയിം ഫ്രം റീഡിംഗ് ദ മെഡിക്കൽ ബുക്ക് ആൻഡ് വെറിയിങ് ടു മച്ച്. ദ പിക്ചർ ടീച്ചേഴ്സ് us that healthy habits and peaceful mind are important for happy life. അപ്പോൾ അവസാനത്തെ മാത്രമേ ഉള്ളൂ നിങ്ങൾ നിങ്ങളുടേതായ കയ്യിൽ നിന്ന് ഇടേണ്ട ആവശ്യമുള്ളൂ. മനസ്സിലായി? ദിസ് പിക്ചർ ഷോസ് ദാറ്റ്, ദ പിക്ചർ ടീച്ചേഴ്സ് us that എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഒരു കൺക്ലൂഷൻ വേണമെങ്കിൽ കൊടുത്താൽ മതി. ഇത് ഇവിടെ വരെ നിർത്തിയാലും ഒരു കുഴപ്പമില്ല. മനസ്സിലായി? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ പാരഗ്രാഫ് എഴുതൽ പരിപാടി. ശ്രദ്ധിക്കണത് ഒരു പാരഗ്രാഫ് അയക്കണം, അനാവശ്യമായിട്ടുള്ള ഹെഡിങ്ങോ പരിപാടിയോ ഒന്നും വേണ്ട. ആ ചാപ്റ്ററിലെ ഈ ഒരു കോണ്ടെക്സ്റ്റ് ആസ്പദമാക്കി വേണം. ഇത് ചോദിക്കുമ്പോൾ ചാപ്റ്ററിൽ മൂപ്പര് ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ പോയി അത് വായിച്ചു, ആ മൊത്തം കഥ എഴുതേണ്ട ആവശ്യമില്ല, ഇവിടെ വെച്ചിട്ട് എഴുതിയാൽ മതി. അപ്പോൾ അതിന് വേണ്ടുള്ള എക്സ്ട്രാ കാര്യങ്ങളൊക്കെ എഴുതിയാൽ മതി. ഡോക്ടറിൻ്റെ അടുത്ത് കിട്ടിയതാണെന്നുള്ള മുന്നിൽ തുടങ്ങിയാൽ മതി. അതല്ലാതെ അതിൻ്റെ പുറത്തുനിന്നുള്ള സാധനങ്ങൾ അനാവശ്യമായി എഴുതി വെക്കാതിരുന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ 3 മാർക്ക് വെറുതെ അങ്ങോട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ 3 മാർക്ക് എന്തായാലും എല്ലാവരും വാങ്ങണം. പറ്റും നിങ്ങൾക്ക്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓൾസോ എക്സാമിനറുടെ ബാച്ചിൽ ജോയിൻ ചെയ്യണമെങ്കിൽ, അടിപൊളിയായിട്ട് പഠിക്കണമെങ്കിൽ ഇനിയുള്ള പരീക്ഷകൾക്ക് ഇവിടെ താഴെ നമ്പർ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് ഓഫർ ഉണ്ടാവുന്നതായിരിക്കും. അതൊക്കെ യൂസ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് പഠിക്കുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ. ആൻഡ് പരീക്ഷയ്ക്ക് എല്ലാവർക്കും അത് ബെസ്റ്റ് ഫുൾ മാർക്ക് വാങ്ങിച്ചുകൊണ്ട് വേണം വരാൻ വേണ്ടിയിട്ട്.